നിങ്ങൾ ചപ്പാത്തി ചോറൊക്കെ കഴിച്ച ഉടനെ നിങ്ങൾക്ക് ഗിൽറ്റ് ഫീൽ വന്നിട്ടുണ്ടോ? ലൈക്ക് എന്തോ ഒരു കാർബോഹൈഡ്രേറ്റ് ഒരു ക്രിമിനലിനെ പോലെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണീനെ ഡിസ്ട്രോയ് ചെയ്യാൻ വന്നൊരു ക്രിമിനലിനെ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ കാർബ്സിന് ഫീലിങ്സ് അല്ലെങ്കിൽ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ബൈന ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ടാവും. കാരണം എല്ലാവരും എന്തിനും ഏതിനും ബ്ലെയിം ചെയ്യുന്ന ഈ കാർബോഹൈഡ്രേറ്റ്സിനെയാണ് അല്ലേ? സോ ഇന്ന് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇവിടെ ക്ലിയർ ചെയ്യാം. ശരിക്കും അതൊരു എനർജി സോഴ്സ് ആണോ, അതോ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ ഹെൽത്ത് ജേർണീനെ മോശകരമാക്കാൻ ഡിസ്ട്രോയ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു സാധനമാണോ കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ളത് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. സോ ദാറ്റ് ഇന്ന് തൊട്ടെങ്കിലും നമുക്ക് കറക്റ്റ് ആയി കഴിക്കാം എന്നുള്ളൊരു സംഭവമാണ്. കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു മാക്രോ ന്യൂസ്. ചിലർ പറയുന്നു കട്ട് കാർബ്സ്, നിങ്ങൾ 10 ദിവസം കൊണ്ട് ഇത്രയും വെയിറ്റ് കുറയുന്നു. ആൻഡ് വേറൊരു സൈഡിൽ പറയുന്നു കാർബ് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല എന്നും പറയുന്നു. രണ്ടും രണ്ടുപേരുടെ രീതിയിൽ ശരിയായിരിക്കാം. എന്തെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് വില്ലൻ അല്ല, പക്ഷെ നിങ്ങൾ അത് എങ്ങനെ കഴിക്കുന്നു, എന്തിന്റെ കൂടെ കഴിക്കുന്നു, എന്താവശ്യം അനുസരിച്ച് കഴിക്കുന്നു എന്നതിലാണ് കാര്യം. ശരിക്കും കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ഒരു സോഴ്സ് ആണ്. നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസിൽസ് റൺ ഓൺ ഗ്ലൂക്കോസ്, അതായത് കാർബോഹൈഡ്രേറ്റ്. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് സഡൻലി കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു സൂപ്പർ ഹീറോ ഫാറ്റ് ബേണിംഗ് മോഡിലോട്ടൊന്നും അല്ല പോകാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക അപ്പൊ എങ്ങനെ ലോ കാർബിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ, വണ്ണം പോകുന്നുണ്ട്, അത് വാട്ടർ വെയിറ്റ് പോകുന്നതാണ്. ആൻഡ് ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊടുക്കാന്നല്ലാതെ ഇതിൽ കംപ്ലീറ്റ്ലി റിലൈ ചെയ്യാൻ പാടില്ല. ആൻഡ് ഞാൻ ഒരിക്കലും ആസ് എ ഡോക്ടർ ഞാൻ സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾ ഒരാളുടെ ഇതിൽ കട്ട് ചെയ്യണം അൺടിൽ അൺലെസ് there is some specific medical condition. അതും നമുക്ക് കിടിലമായിട്ട് പെയർ ചെയ്ത് നമുക്ക് കാർബ്സ് കഴിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇത് കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കും നിങ്ങൾ കൂടുതൽ ടയേർഡ് ആവുന്നു, ഇറിറ്റേഷൻ, ക്രേവിംഗ്. ഇതൊന്നും സിമ്പിൾ ടേംസ് അല്ല. നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നമ്മൾ ഭക്ഷണം മേടിച്ച് കഷ്ടപ്പെട്ടത് വെച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഇമോഷണൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൂഡൊന്നും ശരിയല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അതിൽ കാര്യം? അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഓക്കെ, കാർബ്സിന് എപ്പോഴും നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ഒരു പെട്രോൾ ആയിട്ട് കരുതുക. ഫോർ എക്സാമ്പിൾ റൈറ്റ് പെട്രോൾ ആണെങ്കിൽ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകും. റോങ് പെട്രോൾ ആണെങ്കിൽ എഞ്ചിന് ട്രബിൾ വന്ന് എഞ്ചിന് ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. ഒരുപാട് പെട്രോൾ ആണെങ്കിൽ എന്താണ് ഓവർഡോസ് ആവുന്നു. ഇപ്പൊ കാർബ് ഓവർഡോസ് ആവുകയാണെങ്കിൽ ഓവർഫ്ലോ ഉണ്ടാക്കിയിട്ട് അതിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാർബ് അലോൺ അല്ല വില്ലൻ, കാർബിന്റെ മിസ്മാനേജ്മെന്റ് ആണ് ശരിക്കുമുള്ള പ്രശ്നം. സോ അടുത്ത് നമുക്ക് സംസാരിക്കാൻ പോകുന്നത് അബൌട്ട് സിമ്പിൾ വേഴ്സസ് കോംപ്ലെക്സ് കാർബ്സ്. സിമ്പിൾ കാർബ്സ് എന്ന് പറയുമ്പോൾ ഫയർ ക്രാക്കർ ഇല്ലെങ്കിൽ പടക്കം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താണ്? ഇൻസ്റ്റന്റ് ബ്ലാസ്റ്റ് ഓഫ് എനർജിയാണ്. അതുപോലെയാണ് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും. ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ റിഫൈൻഡ് ഷുഗർ ഇല്ലെങ്കിൽ അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും ഹൈ ഷുഗറി മീൽസും കേക്ക്സ്, ബിസ്ക്കറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുമ്പോൾ ഇൻസ്റ്റന്റ് എനർജി ആയിരിക്കും. അതുപോലെ ക്രാഷ് ഡൗൺ ആയിരിക്കും നമ്മുടെയൊക്കെ ഇനീഷ്യൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ. അതുപോലെയാണ് കോംപ്ലെക്സ് കാർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിറകൊക്കെ വെച്ച് തീ കത്തിക്കില്ലേ, സ്ലോ സ്റ്റഡി ഹീറ്റ് എനർജി ആയിരിക്കും. അപ്പം നമ്മൾ അങ്ങനത്തെ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് സ്ലോ റൈസ്, ഒരു ചെറിയൊരു റൈസിൽ ഇങ്ങനെ തുടങ്ങി നമുക്ക് ആ ഒരു കോൺസ്റ്റൻറ്റ് എനർജി എപ്പോഴും ഉണ്ടാവും. അതിലെന്തൊക്കെയാണ് പെടുക? മില്ലറ്റ്സ്, ഓട്സ്. ഓട്സ് എന്ന് പറയുമ്പോൾ റോൾ കട്ട്, സ്റ്റീൽ കട്ട് ഓട്സ്, ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ഹോൾ ഗ്രെയിൻസ്, ദാൽ, വെജീസ്, ഓൾസോ റൈസ്, ചപ്പാത്തി ഒക്കെ വരും. അത് നമ്മൾ കറക്റ്റായി പെയർ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ റൈസ് ആണെങ്കിൽ റൈസ്, ദാൽ കറി, അതിൻ്റെ കൂടെ ഒരു പ്രോട്ടീൻ സോഴ്സ് വെക്കുക, ഹാഫ് ഓഫ് ദി പ്ലേറ്റ് സാലഡ്സ് വെക്കുക, ആ ഒരു രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. സോ സിമ്പിൾ വേഴ്സസ് കോംപ്ലെക്സ് കാർബ്സ് ഇത്രയേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക, അതനുസരിച്ച് ഫുഡ് കഴിക്കുക. സോ സിമ്പിളിൽ എന്താണ്? റിഫൈൻഡ് കാർബ്സ്, മൈദ, ഷുഗറി ഫുഡ്സ്, എനർജി ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബിസ്ക്കറ്റ്സ്, പിന്നെ എല്ലാവരും മാർക്കറ്റ് ചെയ്യുന്ന സീരിയൽസ്, ഗ്രാനുലാസ്, മ്യൂസ്ലീസ് ആക്ച്വലി ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫുഡ് ഐറ്റം തന്നെയാണ്. സോ അപ്പൊ എന്താണ് ഈ കാർബ്സിന് എപ്പോഴും ഈ ബ്ലെയിം കിട്ടുന്ന റീസൺ എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അരി, ചോറ്, പൊട്ടാറ്റോ കറി, പപ്പടം, അച്ചാറ്, പായസം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആ ഒരു കോമ്പിനേഷൻ നോക്കിയേ, എല്ലാം കാർബോഹൈഡ്രേറ്റ് പ്ലസ് കാർബോഹൈഡ്രേറ്റ് പ്ലസ് കാർബോഹൈഡ്രേറ്റ് പ്ലസ് കാർബോഹൈഡ്രേറ്റ്. ഇതിലെവിടെയാണ് പ്രോട്ടീൻ? ഇതിലെവിടെയാണ് ഫൈബർ? ഇതിലൊരു ബാലൻസേ ഇല്ല. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളുടെ വണ്ടി കേടായി, നിങ്ങളുടെ ഡ്രൈവർ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളൊരു 10 ഡ്രൈവറിനെയും കൂടെ വിളിച്ചാലും നിങ്ങളുടെ വണ്ടി ശരിയാവില്ല. കാരണം മെക്കാനിക് അവിടെ വന്നിട്ടില്ല. അപ്പൊ അതുപോലെ നിങ്ങളുടെ പ്ലേറ്റിൽ എല്ലാം കാർബായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ബാലൻസ് മീൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കാർബ് ഒരിക്കലും ഒരു പ്രശ്നക്കാരനല്ല, പക്ഷെ കാർബ് ഓവർഡോസ് ആണ് പ്രശ്നം. ഒരു ബാലൻസ്ഡ് മീൽ കഴിച്ച് യാതൊരു പ്രശ്നം, ഐ റിപ്പീറ്റ്, നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങൾക്ക് ചോറും ചപ്പാത്തിയും നിങ്ങൾക്ക് എന്തും കഴിക്കാം. അതിനെ പ്രോപ്പറായി ബാലൻസ്ഡ് ചെയ്ത് അത് കഴിക്കേണ്ട രീതിയിൽ കഴിക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് എങ്ങനെ നമുക്ക് ഗിൽട്ട് ഇല്ലാതെ കാർബ് കഴിക്കാം എന്നുള്ളത് കൂടെ കാണാം. അതിന് വേണ്ടിയിട്ടും ഒരു റൂൾ ഉണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി വീഡിയോ, ഹൗ ടു ഈറ്റ് കാർബോഹൈഡ്രേറ്റ് വിതൗട്ട് ഗിൽട്ട്. അതിന് 3S റൂൾ, സിമ്പിൾ 3S റൂൾ ആണ്. ഫസ്റ്റ് വൺ, സോഴ്സ്.
രണ്ടാമത്തത് സീക്വൻസ്, പിന്നെ സൈസ്. സോഴ്സ് എന്താണ്? മാക്സിമം കോംപ്ലക്സ് കാർബ്സ് ചൂസ് ചെയ്യാം. മില്ലറ്റ്സ്, അതായത് റാഗി, ബാജ്ര, ജോവർ, ഓട്സ്. ഓട്സിൽ ഇൻസ്റ്റന്റ് ഓട്സ്, ഫ്ലേവേർഡ് ഓട്സ് യാതൊന്നും നിങ്ങൾ എടുക്കരുത്. അതെല്ലാം അൾട്രാ പ്രോസസ്ഡ് ആയിട്ട് വരുന്നതാണ്, റിഫൈൻഡ് ആയിട്ട് വരുന്നതാണ്. അത് പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്ക്. അതാണ് എല്ലാവർക്കും ഓട്സിന് ചുറ്റുമുള്ള പേടി. ഞാൻ എൻ്റെ മിത്ത് ബസ്റ്ററിലും അതിനെപ്പറ്റി പറയാൻ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾസോ ഹോൾ ഗ്രെയിൻസ്, ബ്രൗൺ റൈസ്, ചപ്പാത്തി, അങ്ങനത്തെ സംഭവങ്ങൾ ചൂസ് ചെയ്യുക. സീക്വൻസ് നിങ്ങളുടെ പ്ലേറ്റിൽ ബാലൻസ് ആയിട്ടായിരിക്കും. നമ്മൾ പ്രോട്ടീൻ, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, ഹെൽത്തി ഫാറ്റ്സ് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ആദ്യം പ്രോട്ടീൻ വെച്ച് തുടങ്ങുക, ഇല്ലെങ്കിൽ സാലഡ്സ് വെച്ച് തുടങ്ങുക, വെജിറ്റബിൾസ് വെച്ച് തുടങ്ങുക, എന്നിട്ട് കാർബ്സ് കഴിക്കുക. അതിന് നമുക്കൊരു പരിധിവരെ നമുക്ക് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സൈസ്, ജനറലി പറയുന്നത് ഒരു പ്ലേറ്റിന് 1/4 ആയിരിക്കണം കാർബോഹൈഡ്രേറ്റ് എന്നാണ്. ഞാൻ ജനറലി പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനുള്ള ഗോൾസ് ഒക്കെ ചിലപ്പോൾ സ്പെസിഫിക് ആയിരിക്കുമല്ലോ. ഒരാൾക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കാം, വെയിറ്റ് ലോസ് ആയിരിക്കും, അതിലും പല രീതിയിലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചായിരിക്കും ഒരാൾക്ക് ഓരോ പേഴ്സണലൈസ്ഡ് ഡയറ്റ് കൊടുക്കുന്നത്. അതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. സോ ജനറലൈസ്ഡ് എന്ന് പറയുമ്പോൾ 1/4 പ്ലേറ്റ് ആണ്. ഓൾവേസ് റിമെമ്പർ, ന്യൂട്രീഷൻ എപ്പോഴും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. എനിക്ക് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കതിനെ ജനറലൈസ്ഡ് ആയിട്ട് മാത്രമേ വന്ന് പറയാൻ പറ്റുള്ളൂ. വൺസ് അഗൈൻ റിമെമ്പർ ദ സോഴ്സ്, സീക്വൻസ്, സൈസ്, 3S റൂൾ, സിമ്പിൾ ആൻഡ് പവർഫുൾ. സോ എനിക്ക് ഇപ്പം ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാർബ്സിനെ നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ ഒരു എനിമി ആയിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിനെയോ നിങ്ങളുടെ ഹെൽത്തിനെയോ റിയൂൺ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു മാക്രോ ന്യൂട്രിയൻ്റ് അല്ല. അതിനെ കറക്റ്റ് രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ എനർജി ലെവലൊക്കെ ഭയങ്കര സൂപ്പറായിരിക്കും. അപ്പോൾ ഈ ഒരു അവയർനെസ് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ചോറിനെയും എല്ലാത്തിനെയും ഇപ്പോഴും പേടിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് അറിയും. അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദിസ് മൈറ്റ് ബി റിയലി ഹെൽപ്ഫുൾ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് എപ്പിസോഡ്. സോ ദിസ് ഈസ് Dr. Sana Sainuddin from Paracels signing off.